ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു നൈറ്റി, നമ്മൾ വീട്ടിൽ ഇടുന്ന നൈറ്റി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരു 2.5 മീറ്റർ തുണിയേ ഉള്ളൂ കേട്ടോ. 2.5 മീറ്ററിൽ ഏകദേശം ഒരു 52ഓളം ലെങ്ത് വരുന്ന ഒരു നൈറ്റി വേണം ഒരാളിന്. പക്ഷെ ഈ തുണിക്ക് നല്ല വീതിയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ വീതി ഭാഗമില്ലേ, വീതി ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇറക്കത്തിൽ വെക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തയ്ക്കാൻ പോകുന്നത്. ഇതിപ്പോ ഒരു 49 ഇഞ്ച്, അതായത് 2.5 മീറ്ററിന്റെ 2.5 260 അത്രയൊക്കെ ഉള്ളൂ ഈ തുണി. അപ്പൊ അവർക്ക് ഇറക്കം ഇത് പോരാ, ഏകദേശം 53 ഇഞ്ചോളം ഇറക്കം വേണം. അപ്പൊ അത്രയും ഭാഗത്ത് നമ്മൾക്ക് വേറെ തുണി വെക്കണം. അതിന് നമുക്ക് ഈ സൈഡ് ഇത് ഏകദേശം 10-45 വീതി ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വീതി, ശരിക്കും വീതി 32 ഇഞ്ച് മതി. അപ്പൊ 16 ഇഞ്ചിൽ നമുക്ക് ഇവിടുന്ന് ഒരു കട്ട് ചെയ്യാം, മേളിലെ അറ്റം വരെ. ഈ 16 ഇഞ്ച് മതി. ശരിക്ക് നൈറ്റിയുടെ വണ്ണം എന്ന് പറയുന്നത് 16 32 ഇഞ്ച് വണ്ണത്തിൽ മതി നമുക്ക്. അതെ, സാധാരണ നമ്മൾ വാങ്ങുന്ന തുണികളൊക്കെ അത്രയാണ്, 32 ഇഞ്ചൊക്കെ വരുള്ളൂ, 34 ഇഞ്ച് മാക്സിമം. അപ്പൊ ഇതിന്റെ ആ ബാക്കി കിടക്കുന്ന ഭാഗം നമുക്ക്, അതൊരു ബോർഡറാണ്. അത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞ നൈറ്റിയുടെ തുണിയൊന്നും അല്ല കേട്ടോ, ഇത് ഷാളാണ്. ഏതോ ടോപ്പിന്റെ കൂടെ കിട്ടിയ ഷോൾ. അവർക്ക് ഇത് നല്ല കട്ടിയുണ്ട്. അപ്പൊ നൈറ്റി തയ്ക്കാൻ എൻ്റെ കൈ കൊണ്ട് തന്നാണ്. അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇത് ഫ്രണ്ടിൽ വെച്ച് തയ്ച്ചാൽ അതൊരു ബോർഡർ പോലെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും, നല്ല ഇറക്കവും കിട്ടും. അതിനാണ് അങ്ങനെ തയ്ച്ചത്. അപ്പൊ ഇതിന്റെ ഷോൾഡർ 7 ഇഞ്ച്, അതുപോലെ ആം ഹോൾ 7 ഇഞ്ച്, അവിടെ നിന്ന് വേസ്റ്റ് 7 ഇഞ്ച്, പിന്നെ ഷേപ്പിന്റെ അങ്ങോട്ട് 7 or 6 ഒക്കെ എടുത്ത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് വെട്ടുകയല്ലേ. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ കൈക്കുഴി എടുക്കണം. വണ്ണ ഇത് 13 ഇഞ്ച് വണ്ണ, 52 ടോട്ടൽ. അവർക്കൊരു 46 മതി. അപ്പൊ അതനുസരിച്ച് നമ്മൾ വണ്ണം എടുത്തേക്കാണ്. 46 ഇഞ്ച് വണ്ണത്തിലുള്ളതാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പൊ 52 ഇഞ്ച് എടുത്ത് നമ്മൾ വെട്ടുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കട്ടിങ്. കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് തയ്ച്ചും കഴിയും. ഞാൻ നൈറ്റി തയ്ക്കാൻ 150 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ എത്ര രൂപ മേടിക്കുമെന്ന് അതൊക്കെ നിങ്ങളെ ഒരു പ്രാദേശിക സ്ഥലങ്ങൾ നോക്കി വാങ്ങുക. ഞാൻ വാങ്ങുന്നത് 150 രൂപയാണ് തയ്യക്കൂലി വാങ്ങുന്നത്. പിന്നെ ഞാൻ നൈറ്റിയുടെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് തയ്ച്ചു കൊടുക്കാനായിട്ട്. അത് ഞാൻ 150 രൂപ തന്നെ അതിൻ്റെ തയ്യക്കൂലി വാങ്ങുന്നത്. പിന്നെ ഞാൻ എടുത്ത തുണി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 10-20 രൂപയൊക്കെ കുറച്ച് വാങ്ങാറുണ്ട്. ഇനി ഇതൊന്ന് കൈ നമുക്ക് വെട്ടാം. എത്രത്തോളം കൈ, ചിലർക്ക് 3/4 കൈയൊക്കെ വേണം. ഇത് അങ്ങനെ വേണ്ട, 10 ഇഞ്ചോ മറ്റോ മതി ഇതിന്റെ കൈ, മുട്ടിന്റെ മേളിൽ നിന്നാൽ മതി. അപ്പൊ അതനുസരിച്ച് നമ്മൾ കൈ വെട്ടി ഇതില് ആ ബോർഡർ ഭാഗം കുറച്ച് വെട്ടി വെക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇറക്കം വെട്ടിയെടുത്താൽ മതി. ഇതിന്റെ കൂടെ ഇനി ആ ബോർഡറിന്റെ കുറച്ച് ഭാഗം, അത്രയും വേണ്ട, ഒരു കുറച്ച് ഭാഗം നമുക്ക് ഈ ബോർഡർ ഇതിലോട്ട് കയ്യിലോട്ട് ഇങ്ങനെ വെച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിന്റെ കഴുത്തിൽ ഞാനൊരു പീസ് തുണി അടിയിലെടുത്ത് വെക്കുകയാണ്. അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കഴുത്ത് വെട്ടാം. ഒരു 3.5 ഇഞ്ച് വിഡ്ത്തിലാണ് കഴുത്ത് വെട്ടുന്നത് കേട്ടോ, 3.5 ഇഞ്ച്. പിന്നെ ഇറക്കം 6 ഇഞ്ച് തന്നെ എടുക്കുന്നത്, 6 ഇഞ്ച്. ചിലർ പറയുന്നുണ്ട് പിന്നെ കഴുത്ത് കയറി പോകുമെന്നൊക്കെ പറയും. അപ്പൊ ഈ കയറി പോകുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, പിന്നെ വൈഡ് കുറഞ്ഞു പോയിട്ടാണ് കേട്ടോ. കഴുത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വെട്ടാം. വൈഡ് ചിലർ 3 ഇഞ്ചേ വൈഡ് എടുക്കുള്ളൂ. അപ്പോൾ 3.5 ഇഞ്ച് എടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് കഴുത്ത് നിൽക്കുകയുള്ളൂ. 3 ഇഞ്ചൊക്കെ എടുത്താൽ ചിലപ്പം കയറി പോകും. അല്ലെങ്കിൽ ഫ്രണ്ട് കുറച്ചും കൂടെ ഇറക്കി എടുക്കണം, 7 ഇഞ്ച് ഇറക്കണം, എങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 6 ഇഞ്ചല്ലേ ഇറക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് ഇറക്കാനും ഒക്കില്ല, വീട്ടിൽ ഇട്ടോണ്ടിരിക്കുന്നതല്ലേ, കുനിഞ്ഞ് നിന്ന് മുറ്റമടിക്കാനൊക്കെ ഉള്ളതായതുകൊണ്ട് നമ്മൾ കഴുത്ത് അങ്ങനെ അധികം ഒരുപാട് ഇറക്കൂല. പിടിച്ചിരിക്കണം, കഴുത്ത് ലൂസായി പോകാനും പാടില്ല. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളെപ്പോഴും നൈറ്റിയിലൊക്കെ കഴുത്ത് തയ്ക്കാം. കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഷോളൊന്നും ഇടുന്നില്ല, ഇനി കുനിഞ്ഞിന്ന് മുറ്റം അടിക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മളതനുസരിച്ച് ഇപ്പൊ ഈ വെട്ടി വെച്ചേക്കണ തുണി ഇതിന്റെ പുറത്തും വെച്ച് തയ്ക്കാം, അകത്തും വെച്ച് തയ്ക്കാം. ആ പീസ്
പുറത്ത് വെച്ച് വെച്ചാലും നല്ല ഭംഗിയാണ്. പക്ഷെ എൻ്റെ കസ്റ്റമർക്ക് അത് അങ്ങനെ വേറെ ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് തയ്ച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പീസ് നമ്മൾ അകത്ത് വെച്ച് തയ്ക്കും. അല്ലെങ്കിൽ ഇത് പുറത്ത് വെച്ച് തയ്ച്ചാലും നല്ല കാണാൻ ഭംഗിയുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പീസിൽ ഇങ്ങനെ കഴുത്ത് വെട്ടിയിട്ട് ഇത് പുറത്ത് വെച്ച് തയ്ക്കാം, കാണത്തക്കവണ്ണം ഇതിന്റെ പുറത്ത് വെച്ച് തയ്ക്കാം. അപ്പോഴും അത് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതിങ്ങനെ പുറത്തിരിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് അത് അങ്ങനെ പുറത്തൊന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കാം കേട്ടോ. നല്ല ഭംഗിയുള്ള തുണികളൊക്കെ എടുത്ത് ഇതുപോലെ വെട്ടിയിട്ട് പുറത്ത് വെച്ച് തയ്ക്കാം. എന്നിട്ട് അതൊന്ന് പതിച്ചടിക്കണേ. ഇത് തയ്ച്ച് വെച്ചേക്കണത് കഴുത്ത് തയ്ച്ചതാണ്. ഈ നൈറ്റിയുടെ കഴുത്തൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മോഡലാക്കി പൈപ്പിങ് വെക്കാം, ലേസുകൾ വെച്ച് തയ്ക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് നല്ല ലേസൊക്കെ വെച്ച് തയ്ക്കുന്നത്, കഴുത്ത് റൗണ്ട് വെട്ടിയിട്ട് തയ്ക്കാം, പല പല മോഡലില് നൈറ്റിയുടെ കഴുത്ത് തയ്ക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് അതൊന്നും ഇഷ്ടമല്ല, വെറും പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കണം. ഇനി ഇതില് നമ്മള് ഇത് ഒരു തയ്യലും കൂടെ തയ്ച്ചിട്ട് ഇതിൽ നമുക്ക് സിബ് വയ്ക്കണം കേട്ടോ. ഫ്രണ്ടില് സിബ് വയ്ക്കണം. അതും ഒരു പാടുള്ള കാര്യമല്ല, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സിബ് വയ്ക്കാം നമുക്ക് കേട്ടോ. അകത്ത് വെച്ചേക്കുന്ന തുണി ഒന്ന് മടക്കി ഇതിൽ ചേർത്തടിക്കുക. അകത്ത് ആ പീസ് തുണി ഇരുന്നപ്പോൾ നൈറ്റിക്ക് ഒരു ഭംഗിയുണ്ട്. പക്ഷെ എൻ്റെ കസ്റ്റമർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനെ അകത്തോട്ട് വെച്ചു. അല്ലെങ്കിൽ ഇതിൽ പുറത്ത് വെച്ച് തയ്ച്ചാൽ ഇങ്ങനെ കാണാനും നല്ല ഭംഗിയില്ലേ ഇത്. ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെ വേറെ കളർ തുണിയൊന്നും വെച്ച് തയ്ക്കുന്നത്. ഇങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട്. അത് വേണ്ടാത്തതുകൊണ്ട് നമ്മളത് അകത്ത് വെച്ച്. ഇനി നമുക്കിതിൽ സിബ് വയ്ക്കാം. ഫ്രണ്ടിൽ സിബ് വയ്ക്കാം. അതിങ്ങനെ കറക്റ്റ് രണ്ടായിട്ട് പിടിച്ചിട്ട് ഒരു 7 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 6-7 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമ്മളൊരു സിബ് എടുക്കുക, ഇങ്ങനെ മടക്കുക. മടക്കിയിട്ട് ഈ സിബ് ഇതിനടിയിലോട്ട് കയറ്റി, നല്ല വശമാണ് കേട്ടോ സിബിന്റെ ഭാഗം, കയറ്റി തയ്ക്കുക. ആ സൈഡ് ഒന്ന് മടക്കി സിബിലോട്ട് വെച്ച് തയ്ച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഒരു പാടുമില്ല ഈ സിബ് വയ്ക്കാനായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാം. മറ്റ് സിബുകൾ വെക്കും പോലല്ല, നൈറ്റിയുടെ സിബ് ഒട്ടും പാടില്ല തയ്ക്കാന്. സിബ് നമ്മൾ തയ്ച്ചു. ഇനി അതിലൊരു പട്ടയും കൂടെ അടിക്കണം. കണ്ടോ, ഇനി അതിൻ്റെ മുകളിലൊരു ഒരു തുണി പട്ട അടിച്ച് വെക്കണം. അതാ ഇതുപോലെ ഒരു തുണി എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വെച്ച് തയ്ക്കുക. അതിൻ്റെ പുറത്തൂടെ വെച്ച് തയ്ക്കുക. സിബ് വലിച്ചിടുന്ന സിബിലോട്ട് തയ്യൽ കൊള്ളരുത്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് തയ്ക്കുക. അകത്തോട്ട് മടക്കണം കേട്ടോ, കാരണം നമുക്ക് കമഴ്ത്തി അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ ബാക്കി വരണ അറ്റം അകത്തോട്ട് മടക്കി വേണം തയ്ക്കാൻ. കണ്ടോ, ഇനി അത് കമഴ്ത്തി ഒന്ന് അടിക്കണം, ഒന്ന് പതിച്ചടിക്കണം. ആ വെച്ച തുണി ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കണം.
ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തയ്ക്കാനാണ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പെട്ടെന്ന് തയ്ച്ച് കഴിയും കേട്ടോ. സിബ് വയ്ക്കണം നമുക്ക്. പട്ട ക്ലോസ് ചെയ്തടിച്ചു കഴിഞ്ഞു. അത്രയേ ഉള്ളൂ സിബ് വെച്ച് പട്ട അടിക്കുന്നത്. പെട്ടെന്ന് കഴിഞ്ഞു. കണ്ടോ, സിബ് വെച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് എടുത്ത് കഴുത്ത് വെട്ടണം. ബാക്ക് കഴുത്ത് ഇനി ഇതിൽ അതിനു മുമ്പ് നമുക്കിതിൽ അടിഭാഗത്ത് ഇറക്കം കൂടാനായിട്ട് വെച്ച് തയ്ക്കണമല്ലോ. അങ്ങനൊരു ജോലിയും കൂടെ ഉണ്ട്. ഇത് വെച്ച് തയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ബോർഡറും കൂടെ വരും. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടാവും. അതൊന്ന് പതിച്ചടിച്ചാണ്. ഇത് വെച്ചടിച്ചതാണെന്ന് പോലും അറിയില്ല. കണ്ടാ അറിയത്തേ ഇല്ല. ഇതില് ഇങ്ങനൊരു പീസ് നമ്മൾ ചേർത്ത് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമേ അറിയത്തില്ല. കാണുമ്പം തോന്നും ഈ ബോർഡറൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളതായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ കരവിരുതാണ്. അങ്ങനെ ഫ്രണ്ട് തയ്ച്ചു തീർന്നു. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ബാക്ക് 3.5 ഇഞ്ച് കഴുത്ത് എടുക്കുകയാണ്. ഒരു 4 3.5 ഇഞ്ച് മതി ബാക്ക് ഇറക്കാം. നൈറ്റിക്ക് അത്രയൊക്കെ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് ഇതിൽ നമ്മൾ ഒരു തുണി വെച്ച്, ഒരു ക്രോസ് തുണി വെച്ച് നമ്മളത് കഴുത്ത് തയ്ക്കുക. നമ്മൾ ക്ലോസ് ചെയ്ത് അടിക്കുകയാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ വയ്ക്കുകയാണ്. രണ്ടായിട്ട് തയ്ച്ചെടുക്കുകയാണ്. അടിയിലോട്ട് മടക്കുന്നില്ല. അത് പിന്നെ ജോയിന്റ് ചെയ്തിട്ട്, ഫ്രണ്ട് ജോയിന്റ് ചെയ്തിട്ട് അടിയിലോട്ട് മടക്കുന്നുള്ളൂ. ഇത് രണ്ടായിട്ട് തയ്ച്ചെടുക്കുന്നു. ഇതാ ഫ്രണ്ട് നമ്മൾ എടുത്തു വെച്ചു. എന്നിട്ടിത് ക്ലോസ് ചെയ്ത് അടിക്കണം. അടിച്ചു വെച്ച കഴുത്ത് ഇതിന്റെ മേളിലേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. ബ്ലൗസ് സ്പെഷ്യൽ ക്ലാസ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇനിയും ജോയിൻ ചെയ്യാം. ഒരു ക്ലാസ് തുടങ്ങിയിട്ട് 1 മാസമായി, 1 മാസം ആവാറായി. ഇനി ജോയിൻ ചെയ്താൽ ഈ കഴിഞ്ഞു പോയ ക്ലാസ്സുകളെല്ലാം കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നമ്മൾ കഴുത്ത് മടക്കി അടിക്കുകയാണ് ഇപ്പോൾ. വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ വെച്ച് വയ്ക്കാം. കൈ നമ്മൾ ആ ബോർഡറൊക്കെ വെച്ച് തയ്ച്ചു. ഇനി ഇതിൽ വെച്ച് പിടിപ്പിക്കാം.
അപ്പോൾ കൈയൊക്കെ 2 കൈ നമ്മൾ വെച്ച് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യാം. വണ്ണമൊക്കെ എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ച് കൈയും ബോഡിയും കൂടെ ജോയിൻറ്റ് ചെയ്ത് താഴെ അറ്റം വരെ നമുക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാം. നൈറ്റിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വണ്ണം കിടക്കട്ടെ, ഇച്ചിരി വണ്ണത്തിന് തന്നെ അടിച്ചിടണം. വീട്ടിൽ ഇടാനുള്ളതല്ലേ, അപ്പോൾ ഇച്ചിരി വണ്ണത്തിന് തന്നെ നമ്മൾ അടിച്ചിടണം. 36 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ളവർക്കൊക്കെ നമ്മൾ നൈറ്റി അടിക്കുമ്പോൾ 40 ഇഞ്ച് 42 ഇഞ്ച് 44 ഇഞ്ചൊക്കെ അടിച്ചിടും. അതുപോലെ 2 സൈഡ് നമ്മൾ അടിച്ചു. 2 സൈഡും അടിച്ചു കഴിഞ്ഞു. നൈറ്റി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്ച്ച് വെട്ടിയും തയ്ച്ചും കഴിയാം നൈറ്റി. ഇതിൽ നമുക്ക് മോഡലൊക്കെ വെക്കണമെങ്കിൽ മോഡലും വയ്ക്കാം, ലേസൊക്കെ വെച്ച് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഓക്കെ, ഇതാണ് നൈറ്റി. അപ്പോൾ മനസ്സിലായല്ലോ നൈറ്റി തയ്ക്കുന്നത്.